പോത്തിറച്ചി വില കുറച്ച് വാർത്തകളിൽ ഇടം നേടിയ കട്ടപ്പന നഗരസഭ മീറ്റ് സ്റ്റാൾ അടച്ചുപൂട്ടി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിനാലാണ് സ്റ്റാൾ പൂട്ടിയത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ഇറച്ചിവില കുത്തനെ കുറച്ചുള്ള വിപണനത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച കട്ടപ്പന നഗരസഭയിൽ നിന്നും ലേലം പിടിച്ച് പ്രവർത്തനമാരംഭിച്ച മീറ്റ് സ്റ്റാൾ അടച്ചുപൂട്ടി. ഇന്നലെയാണ് മീറ്റ് സ്റ്റാളിൽ പോത്തിറച്ചിക്ക് 300 രൂപയും എല്ലിന് 200 രൂപയുമായി വില കുറച്ചത്. ഇതോടെ വലിയ പ്രചരണം ലഭിക്കുകയും ഇറച്ചി വാങ്ങുവാൻ ഇവിടെ ഉപഭോക്താക്കളുടെ വലിയ തിരക്കും അനുഭവപ്പെട്ടു. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ സ്ഥലത്തെത്തി സ്റ്റാൾ പൂട്ടണമെന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് സ്ഥാപനം അടയ്ക്കേണ്ടി വന്നതെന്നാണ് ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ഇതിന് മുന്നേ എങ്ങനെ കിടന്നു, ഇപ്പൊ എത്ര ക്ലിയർ ആയിട്ട് കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അത്ര വൃത്തിയായിട്ടാണ്, അതായത് ഒരു സ്മെല്ല് കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ്. തൊട്ടപ്പുറത്ത് 350 രൂപയ്ക്ക് 300 രൂപയ്ക്ക് ഇറച്ചി വിറ്റിട്ട് ഇവിടെ ഞങ്ങൾ നിർത്തിച്ച് സ്റ്റേജ് ഓർഡർ കൊടുത്ത് നിർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് 1 കിലോയ്ക്ക് 50 രൂപ കൂട്ടി വിൽക്കാം. സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം കട്ടപ്പനയാറിലേക്ക് ഒഴുകുന്നതായി നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. കല്ലാർകുട്ടി പുല്ലാനിക്കൽ ബേബി മത്തായി എന്നയാളാണ് GST ഉൾപ്പെടെ 3/4 കോടിയോളം രൂപ മുടക്കി നഗരസഭ മീറ്റ് സ്റ്റാളും സ്ലോട്ടർ ഹൌസും ലേലം പിടിച്ചത്. സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച കേസ് നിലനിന്നിരുന്നുവെങ്കിലും നഗരസഭ താൽക്കാലിക സൗകര്യം ഒരുക്കി നൽകിയാണ് സ്ഥാപനം തുറന്നത്. എന്നാൽ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇറച്ചിക്കട നിർത്തിയത് വിലക്കുറവ് പ്രതീക്ഷിച്ചെത്തിയ ഉപഭോക്താക്കളെ നിരാശരാക്കി. തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതായതായും ഇതിന് പരിഹാരം ഉണ്ടാകാത്ത പക്ഷം സ്ലോട്ടർ ഹൌസിൽ ഉൾപ്പെടെ പണിമുടക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു. ഞങ്ങൾ ഈ പണിയുന്ന തൊഴിലാളികൾ മൊത്തം കടവും വായ്പയും പലിശയ്ക്കും പൈസ മേടിച്ചിട്ടാണ് ഈ കട ഉദ്ദേശമാണ് ഞങ്ങൾ പലിശയ്ക്ക് മേടിച്ചേക്കുന്നത്. അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കണം, ഞങ്ങൾക്ക് തൊഴിൽ വേണം. ഞങ്ങളുടെ ഷോർട്ട് ഹൗസിൽ അകത്ത് കൊടുക്കുന്ന ഇറച്ചി മാത്രമേ വിൽക്കാൻ പറ്റുന്ന അവിടെ നിയമം. അപ്പം ഞങ്ങൾ നാളെ ഷോർട്ട് ഹൗസിൽ തൊഴിലാളി പണി മുടക്കുക, നമ്മൾ തന്നെ പിടിച്ചേക്കുന്നത്. ഞങ്ങളത് നാളെ തൊഴിലാളികൾ പണി മുടക്കുക. പിന്നെ ഇവിടുത്തെ സ്റ്റോറുകളിൽ എങ്ങനെ ഇറച്ചി വയ്ക്കും, എവിടെ നിന്ന് കൊണ്ട് ഇറച്ചി വയ്ക്കും? ഇറച്ചിക്കട പ്രവർത്തിച്ച അതേ കെട്ടിടത്തിന്റെ മുകളിലും 5ഓളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനത്തെയും ഇപ്പോഴുള്ള നിയമപ്രശ്നങ്ങൾ ബാധിക്കും. നമ്മൾ മുമ്പ് കപ്പ വിറ്റ് ജീവിക്കുന്ന ആളാണ്, ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പായത്. ഈ ഇറച്ചിക്കട എവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഇത്രയും പേരുടെ വയറ്റിപ്പിഴപ്പാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ കെട്ടിടത്തിന് ബലക്ഷയമാണെന്ന് പറഞ്ഞ് ഇറച്ചിക്കടയ്ക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. കെട്ടിടം ബലക്ഷയമാണ്, അത് മാറ്റി പൊളിച്ചു പണിയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പൊളിച്ചു പണിയാൻ എന്തെങ്കിലും ഇത് വാടക കൊടുത്ത് നമ്മൾ ഇരിക്കുന്നതാണ്. നമുക്ക് വേറൊരു ജീവിതമാർഗ്ഗമില്ല. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കിയോ മറ്റൊരു കെട്ടിടം എടുത്തു നൽകിയോ സ്ഥാപനം തുറക്കുവാനാവശ്യമായ സാഹചര്യം നഗരസഭ ഉണ്ടാക്കി നൽകണമെന്നാണ് സ്ഥാപന ഉടമയുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.